നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഉച്ചക്കലേക്ക് ഊണ് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന കറി എന്താണെന്നറിയോ? ഒരു തീയലാണ്. സാധാരണ നമ്മൾ തൃശ്ശൂർക്കാർ വയ്ക്കുന്ന തീയലല്ല, ഇത് പച്ചത്തീയൽ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പച്ചത്തീയൽ എന്ന് വെച്ചാൽ പച്ച കളറുള്ള തീയൽ എന്നല്ല അർത്ഥം. എല്ലാം പച്ചയ്ക്ക് അരച്ചുണ്ടാക്കണ തീയൽ എന്നർത്ഥം. നല്ല സാധാരണ നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു കറിയല്ല കേട്ടോ. ഈ കറി കൊല്ലംകാരുടെയാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ടിരിക്കുന്നത് കൊല്ലത്തുള്ള നമ്മുടെ സുമ ടീച്ചറൊക്കെ ഉണ്ടല്ലോ, സുമ ടീച്ചറുടെ കറി ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയായി നല്ല പരിപാടിയാണല്ലോ. നമ്മുടെ വീട്ടിലുള്ള എല്ലാ കഷ്ണങ്ങളും എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ചിലപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു, വാങ്ങിച്ച കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് അടിമുടിയൊക്കെ ഉള്ളൂ എങ്കിൽ അതുകൊണ്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പച്ചത്തീയൽ. ഇത് വെള്ളത്തോടെയും വെക്കാം, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടും വെക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും വെക്കാം. വെള്ളത്തോടെ വെച്ചാൽ നല്ലോണം നമുക്ക് ചോറിൽ കൂട്ടി കുഴച്ച് ഊണ് കഴിക്കാം. അല്ല സൈഡ് കറി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളം കുറച്ച് വയ്ക്കുക, വെള്ളം ഇല്ലാണ്ട് അവിയൽ പോലെയൊക്കെ വെക്കാം. നുറുക്കണത് പലതരത്തിൽ നുറുക്കാം. നമ്മൾ സാധാരണ കൂട്ടാൻ വയ്ക്കണ കഷ്ണം നുറുക്കണ പോലെ നുറുക്കാം, അതല്ലെങ്കിൽ അവിയലിന് നുറുക്കണ പോലെ നീളത്തിൽ നുറുക്കാം. എന്തായാലും കുഴപ്പമില്ല. ഇതിൻ്റെ പേര് പച്ചത്തീയൽ എന്നാണ്. ഏത് കഷ്ണവും ഇതിന് ഇണങ്ങും. കുമ്പളങ്ങ ആവാം, വെള്ളരിക്ക ആവാം, കൊപ്പക്കായ ആവാം, പടവലങ്ങ ആവാം, മുരിങ്ങക്കായ ആവാം, ഒക്കെ ആവാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ പുളി ചേർക്കണം. പുളി ഒഴിച്ചിട്ടേ വയ്ക്കുക. കോൽപ്പുളി കഴിച്ചിട്ട് ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകും. വയറിന് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ കോൽപ്പുളി കഴിക്കാൻ പാടില്ല. അവർക്ക് തക്കാളിയാണ് ഏറ്റവും നല്ലത്. എന്തായാലും ഇവിടെ വെക്കുക തക്കാളി ഇട്ടിട്ടാണ്. ഞാൻ സാധാരണ നമ്മൾ ഉള്ളി തീയൽ വെക്കാറുണ്ട്, അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ട് തീയൽ വെക്കാറുണ്ട്. അതുപോലെയും വെക്കാം. പക്ഷെ ഇന്ന് ഞാൻ വെക്കണ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുള്ള ഒരു തീയല. ഇത് കഴിച്ചാൽ അടിപൊളിയാണ്. നോക്കാട്ടോ, നോക്കൂ. ഒരു കഷ്ണം നമുക്ക് ഇതിന്ന് ഈ വെള്ളരിക്ക എടുക്കാം. ഇതിന്ന് പടവലങ്ങയെന്ന് ഒരു കഷ്ണം, ഇത് കൊപ്പക്കായാണ്, കൊപ്പക്കായെന്നൊരു കഷ്ണം എടുക്കാം, കായെന്നൊരു കഷ്ണം എടുക്കാം, മുരിങ്ങക്കായെന്നൊരു കഷ്ണം എടുക്കാം. പുളി ചില ആൾക്കാർക്ക് പുളി ഇഷ്ടപ്പെടില്ല, പുളി അസുഖം പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് അതിന് പകരം പുളിക്ക് പകരം നമുക്ക് ഇതെടുക്കാം, നുറുക്കാം. നമുക്കിത് ഞാൻ ഈ ചട്ടിയിലാണ് കേട്ടോ വെക്കണത്, മൺചട്ടിയിൽ. ആദ്യം നമുക്കിതിലേക്ക് വെള്ളരിക്ക നുറുക്കിയത് ഇടാം. ഇത് പപ്പായയാണ്, അതും നുറുക്കിയത് ഇടാം. പിന്നെ ഇത് പടവലങ്ങയാണ്, അതും ഇതിട്ടു. ഇത് കായ നുറുക്കിയതാണ്, അതിട്ടു. ഇത് മുരിങ്ങക്കായ. ഇനി ഇതിൽ തക്കാളി ഇടണം. അത് ജയശ്രീത തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. മഞ്ഞളൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 3 ടീസ്പൂൺ ഇടാം കേട്ടോ. എല്ലാ പൊടികളും പച്ചക്കിടണത് കേട്ടോ, വറുത്തിടണതില്ല, ചൂടാക്കിയിട്ടൊന്നും ഇടാൻ പാടില്ല. ഈ മുളക് പൊടി ഞാനൊരു 1/4 ടീസ്പൂൺ കഷ്ടിടണുള്ളൂ. നല്ല എരിവുള്ള മുളകാണ്. മാത്രമല്ല ഞാൻ പച്ചമുളക് ഇടാന്ന് വെച്ചിട്ടാണ്. ഇതാ തക്കാളി നുറുക്കിയത് അതിട്ടു. 2 തക്കാളി ഇട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടു, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു പച്ചമുളക് നുറുക്കിയിടാം. പച്ചമുളക് ഇട്ടു. ഇനി കറിവേപ്പില കുറച്ചൊന്ന് ഊരിയിടാം കേട്ടോ. നല്ല സ്വാദാ കറിവേപ്പില ഇട്ടാൽ. ഇപ്പം എല്ലാ കഷ്ണങ്ങളും നുറുക്കി കഴിഞ്ഞു. എല്ലാം കഴുകി ഇതിലിട്ടു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അടുപ്പത്ത് വയ്ക്കാം. തീ കത്തിക്കാം. അടുപ്പത്ത് വെച്ചു. അടച്ച് വയ്ക്കാം കേട്ടോ. അടച്ച് വെച്ചു. നന്നായിട്ടൊന്ന് വേവട്ടെ, തിളച്ച് വേവട്ടെ. അപ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് നാളികേരം അരയ്ക്കണം. അപ്പോൾ ഒരു മുറി നാളികേരം ചെരുകിയതാണ് ഇത്. മിക്സിയിലിടാം. ഇത് മുഴുവനും ഇടാം കേട്ടോ. നാളികേരത്തിൽ നമ്മൾ ഒന്നും ചേർക്കണ്ട, നാളികേരം മാത്രം മതി. ഇതിൽ ജീരകം വേണ്ട, പിന്നെ ഒന്നും വേണ്ട, ഒന്നും ചേർക്കണ്ടല്ലേ, വെറുതെ അരച്ചാൽ മതി കേട്ടോ. പിന്നെ ഒരു കളറ് കിട്ടാനായിട്ട് നമുക്ക് ലേശം ഇത്തിരി ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും, കളർ കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ, മുളക് പൊടിയും, കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു ഇത്തിരി മല്ലിപ്പൊടിയും ചേർക്കാം കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ഈ നാളികേരത്തിൻ്റെ വെള്ള കളറൊന്നും മാറിയിട്ട്
ഈ കറിയുടെ കളറാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ബെസ്റ്റായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാം. നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി വെന്തതിന് ശേഷം ചേർക്കാൻ പാടുള്ളൂ. വേവട്ടെ. തുറന്ന് നോക്കാം. നോക്കൂ, കണ്ടോ, ഇതിലെല്ലാം കഷ്ണമുണ്ട് കേട്ടോ. വെള്ളരിക്കയുണ്ട്, കൊപ്പക്കായുണ്ട്, പടവലങ്ങയുണ്ട്, കായുണ്ട്, തക്കാളി ഉണ്ട്, മുരിങ്ങക്കായുണ്ട്. എന്തൊക്കെ കഷ്ണമുണ്ടോ അതൊക്കെ ഇടാം കേട്ടോ. ചക്കക്കുരു ഉണ്ടെങ്കിൽ ചക്കക്കുരു അര ഇടാം. നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം. ഒരു തിളച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി നമുക്ക് വേവിക്കാം. അപ്പം വേവട്ടെ. നന്നായിട്ട് ഒന്നുകൂടി അടച്ച് വയ്ക്കാം. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർക്കാം കേട്ടോ. ഇനി ഇതിൽ പുളി ഒഴിക്കണ്ട. സാധാരണഗതിയിൽ പച്ചത്തീയലിൽ കൊല്ലംകാർ ചെയ്യണത്, ടീച്ചറൊക്കെ ചെയ്തേക്കണത് പുളി ഒഴിച്ചിട്ടാണ് ചെയ്യണം. പുളി ഒഴിക്കും. പക്ഷെ ഞാൻ പുളിക്ക് പകരം തക്കാളി ഇട്ടേക്കാം. നന്നായിട്ട് തിളച്ച് വേവട്ടെ. ഇതാ നോക്കോ, കായൊക്കെ ബെസ്റ്റായിട്ട് വെന്തുണ്ട്. കൊപ്പക്കായും വെന്തുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് നാളികേരം അരച്ചത് ഒഴിക്കാം. നന്നായിട്ട് വെന്ത കഷ്ണത്തിലേക്ക് നാളികേരം അരച്ചത് ഒഴിച്ചു. ജീരകം ഒന്നും ചേർക്കണ്ട കേട്ടോ. ജീരകം ചേർത്താൽ വേറെ ടേസ്റ്റ് ആവും. നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ചും കൂടി വെള്ളം മിക്സിയുടെ ജാറൊന്ന് കഴുകിയിലേക്ക് ഒഴിക്കുക കേട്ടോ. കുറച്ച് വെള്ളം കൂടി ആവാൻ കട്ടിയാവും, അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം വേണം. അപ്പോൾ നോക്കൂ, വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറൊന്ന് കഴുകിയിലേക്ക് ഒഴിച്ചു കൂട്ടുക. ഇപ്പോൾ ഇഷ്ടം പോലെ കൂട്ടാനായില്ലേ. ഇത് ഒഴിച്ചു കൂട്ടാനാണ്. ഉച്ചക്കലത്തെ ഊണിനുള്ളതാണ്. ഞാൻ പറഞ്ഞു, സദ്യക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ളത് ഉണ്ടാക്കാം. അപ്പോൾ ആ വീലിൽ നുറുക്കണ പോലെ നുറുക്കിയാൽ മതി. പിന്നെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. അത് നാളികേരം ഒഴിച്ചതല്ലേ, ഒന്ന് തിളയ്ക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് തിളയ്ക്കണം. നമുക്ക് വാങ്ങാം കേട്ടോ. ഒന്ന് തിളക്കട്ടെ. ഒന്ന് പതുക്കെ തിളയ്ക്കുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഈ ചട്ടിയുടെ മൂട് ഉരുണ്ട ചട്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ റിങ്ങിൽ ഇറക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും ഇരുന്നോളൂ. ഇനി നമുക്കതിലേക്ക് കടുക് മുളകൊക്കെ വറുത്തിടാം. പാൻ വെച്ചു. പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു സ്പൂണ് കടുക് ഇടാം. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിടാം കേട്ടോ. ഇതാ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ടു. ഇനി കറിവേപ്പില ഇടാം. പൊട്ടലൊക്കെ കഴിഞ്ഞു. ഒന്ന് ഇളക്കിയിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തു. അടച്ചു വയ്ക്കാം. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ പച്ചത്തീയൽ റെഡിയായി. അങ്ങനെ കൊല്ലംകാരുടെ പച്ചത്തീയലാണ് ഞാനുണ്ടാക്കിയത് കേട്ടോ. കൊല്ലംകാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് ശരിയല്ലേ എന്നൊന്ന് പറഞ്ഞോളൂ കേട്ടോ. എന്തായാലും സ്വാദുണ്ടാവും. നമ്മുടെ പച്ചത്തീയൽ റെഡി കേട്ടോ. മഞ്ഞത്തീയൽ പോയല്ലേ കണ്ണാടി. ഉപ്പ്, മുളക്, പുളിയൊക്കെ നമ്മുടെ വീട്ടിലെ ആൾക്കാർ കഴിക്കുന്നതനുസരിച്ചാണ് ചെയ്യേണ്ടത്. പുളി നന്നായിട്ട് വേണമെന്നുള്ളവർക്കാണെങ്കിൽ പുളി ചേർക്കാം. കോൽപ്പുളി കൊണ്ട് കുഴപ്പമുള്ള ആൾക്കാരാണെങ്കിൽ കോൽപ്പുളി ചേർക്കാൻ പാടില്ല. അതിന് പകരം തക്കാളി അല്ലെങ്കിൽ കുടപ്പുളി ഒരു കഷ്ണം ഇടാം. നല്ല പുളി നല്ലതായിരിക്കും. അതുകൊണ്ട് കുടപ്പുളിക്ക് ദോഷമില്ല കേട്ടോ. അടിപൊളിയല്ലേ? സൂപ്പറായിട്ട് കേട്ടോ. ഞാൻ എല്ലാവർക്കും ഇഷ്ടമാവാണ്ടിരിക്കില്ല. അടിപൊളിയാണ്, സൂപ്പറാ. ഉണ്ടാക്കി നോക്കൂ കേട്ടോ. മാത്രമല്ല എല്ലാ കഷ്ണങ്ങളും ഇതിൽ ഇടുന്നുണ്ടല്ലോ. അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ. ധാരാളം പച്ചക്കറികൾ ശരീരത്തിന് നല്ലതാണ്. പിന്നെ ഉപ്പ്, മുളക്, പുളിയൊക്കെ നമ്മുടെ ആരോഗ്യം അനുസരിച്ചും ഇഷ്ടമനുസരിച്ചും ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ തൃശ്ശൂർക്കാരുടെ അല്ലല്ലോ, കടാണ് കേട്ടോ. അപ്പോൾ ഇതിനെനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് എനിക്ക് സുമ ടീച്ചർക്ക് ഒരു നന്ദി പറയാനുണ്ട് കേട്ടോ. സുമ ടീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാചക റാണിയാണ്.
അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും കേട്ടോ, ഉണ്ടാക്കി നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, പുളി ഒഴിച്ച് ഇഷ്ടമാണെങ്കിൽ പുളിയാണ് ഏറ്റവും അവരുപയോഗിക്കുക. അവരുപയോഗിക്കുന്നത് പുളിയാണ്. ഞാൻ പുളി എടുക്കാതിരിക്കാൻ കാരണം ഇവിടെ പുളി വിരോധമാണ് കുറേ പേർക്ക്, അതുകൊണ്ടാണ് കേട്ടോ.